നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകസഭയിൽ അക്രമികൾ അതിക്രമിച്ചു കയറി പ്രതിഷേധം നടത്തിയ സംഭവത്തിൽ 8 സുരക്ഷാ ജീവനക്കാർക്ക് സസ്പെൻഷൻ. സംഭവം നടക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പാർലമെന്റിലെ ക്രിട്ടിക്കൽ ആക്സസ് പോയിന്റിലും പ്രവേശന കവാടത്തിലും ഉണ്ടായിരുന്നു. സുരക്ഷാ വീഴ്ച മൂലമാണ് കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായതെന്നാണ് നിഗമനം. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് മേധാവിക്കാണ് കേസ് അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല നൽകിയിരിക്കുന്നത്. പ്രതികൾക്കെതിരെ അതിക്രമിച്ചു കടക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, പ്രകോപനത്തിലൂടെ കലാപമുണ്ടാക്കാനുള്ള ശ്രമം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതുമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. സംഭവത്തിൽ BJP MP പ്രതാപ് സിംഹയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതികളിൽ ഒരാളുടെ പ്രവേശനത്തിനായുള്ള പാസ് അനുവദിച്ചത് പ്രതാപ് സിംഹയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ യുവതി അടക്കം 5 പേരാണ് അറസ്റ്റിലായത്. ലോക്സഭയിലെ സന്ദർശക ഗാലറിയിൽ നിന്ന് സഭാംഗങ്ങളുടെ മേശപ്പുറത്തേക്ക് 2 യുവാക്കൾ എടുത്തു ചാടുകയായിരുന്നു. അംഗങ്ങൾക്ക് നേരെ പുക സ്പ്രേ ഉപയോഗിച്ച് എംപിമാർ ഇവരെ കീഴടക്കി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. ഇതേസമയം പാർലമെന്റിന് പുറത്ത് യുവതി അടക്കം 2 പേർ പുക സ്പ്രേ ഉപയോഗിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിരുന്നു. ലക്നൌ സ്വദേശി സാഗർ ശർമ്മ, മൈസൂർ സ്വദേശി D മനോരഞ്ജൻ, ഹരിയാനയിലെ ഇസാൻ സ്വദേശി നീലം ദേവി, മഹാരാഷ്ട്ര സ്വദേശി അമോൽ ഷിൻഡെ എന്നിവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് അറസ്റ്റിലായത്. സഹായിയായ ലളിത് സായെ പിന്നീട് പിടികൂടി. കൂട്ടാളിയായ വിക്കി ശർമ്മയെ തിരയുകയാണ്. ലളിത് സായുടെ വീട്ടിൽ തങ്ങിയാണ് സംഘം ഗൂഢാലോചന നടത്തിയത്. സംഭവം ഒന്നുമല്ലെന്ന് വരുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മുൻ നിശ്ചയിച്ചതുപോലെ ലോക്സഭ വീണ്ടും ചേർന്നിരുന്നു. വെറും പുക മാത്രമാണെന്ന് പേടിക്കാൻ ഒന്നുമില്ലെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. പ്രതികളെ പിടികൂടി കഴിഞ്ഞല്ലോ എന്നും കേന്ദ്ര സർക്കാർ ന്യായീകരിക്കുന്നു. 5 വലയ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയിട്ടാണ് ഈ ഒരു ആക്രമികൾ അകത്തേക്ക് കടന്നത്. അതെങ്ങനെ കടന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. BJP MP നൽകിയ പ്രവേശന പാസ്സായതിനാൽ പരിശോധന ലഘൂകരിച്ചോ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ആളുകളെ കൃത്യമായി മനസ്സിലാക്കി മാത്രമേ പാസ് നൽകാവൂ എന്നതാണ് നിർദ്ദേശമെന്നിരിക്കെ മൈസൂർ MP പ്രതാപ് സിംഹയും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. രാജ്യസുരക്ഷയുടെ പേരിൽ മഹുവ മൊയ്ത്രയെ പുറത്താക്കിയ സർക്കാർ മൈസൂർ MPയെ പുറത്താക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു. പാർലമെന്റിൽ സമ്മേളനം നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും സന്ദർശകർക്ക് പ്രവേശനം ലഭിക്കാൻ നടപടിക്രമങ്ങളും സുരക്ഷാ പരിശോധനകളും ഏറെയാണ്. എന്നിട്ടും ലോകസഭയിലേക്ക് അകത്തു കയറിയ സന്ദർശകർ അതിക്രമം കാണിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. പാർലമെന്റ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് MPമാരുടെ ശുപാർശയിലാണ് പാസ് നൽകുന്നത്. ഒരു MPക്ക് 2 പേരെയാണ് ശുപാർശ ചെയ്യാനാവുക. പലപ്പോഴും അതിലേറെയും അനുവദിക്കാറുണ്ട്. അപേക്ഷാ ഫോമിൽ സന്ദർശകരുടെ പേര് വിവരങ്ങൾക്കൊപ്പം തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് സഹിതം പാർലമെന്റിലെ സെൻട്രൽ പാസ് ഇഷ്യൂയിങ് സെന്ററിൽ തലേന്ന് തന്നെ സമർപ്പിക്കണം. തുടർന്ന് അപേക്ഷാ ഫോമിലെ MPയുടെ ഒപ്പും ഐഡന്റിറ്റി കാർഡ് നമ്പറുമെല്ലാം ഉദ്യോഗസ്ഥർ ഒത്തുനോക്കും. സിറ്റിംഗ് MP തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പാസ് നൽകുക. ഗാലറിയിൽ ഇരിക്കുമ്പോൾ 4-5 സുരക്ഷാ ഉദ്യോഗസ്ഥർ ചുറ്റുമുണ്ടാകും. ചുരുങ്ങിയത് 3 ദേഹപരിശോധനയ്ക്ക് എല്ലാവരും വിധേയരാകണം. എന്നിട്ടും സ്മോക്ക് ബോംബുമായി അവർ പാർലമെന്റിൽ എത്തി എന്നതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത്.